നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. വിഴിഞ്ഞം തുറമുഖത്ത് 13,000 കോടി രൂപയുടെ വിദേശ നിക്ഷേപം വരികയാണ്. രാജ്യവും മറ്റ് സംസ്ഥാനങ്ങളുമെല്ലാം വിദേശ നിക്ഷേപത്തെ സ്വാഗതം ചെയ്യാനായി ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യുമ്പോൾ കേരളത്തിലേക്ക് വരുന്ന വിദേശ നിക്ഷേപം രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്നതിനു പകരം പുറങ്കാല് കൊണ്ട് തട്ടുകയാണ് സർക്കാരും പ്രതിപക്ഷവും. എന്തായാലും സർക്കാരിനെതിരെ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഒരു ആരോപണമുണ്ട് ഈ വിദേശ നിക്ഷേപത്തിൻ്റെ പശ്ചാത്തലത്തിൽ. അതായത് അദാനിക്ക് ഈ ഇത്തരത്തിൽ സർക്കാരിൻ്റെ അനുമതിയില്ലാതെ കരാർ ലംഘനം നടത്തിക്കൊണ്ട് MSC ഇൻ്റർനാഷണലുമായി ഈ ഓഹരി കച്ചവടം, ഓഹരി കൈമാറ്റം നടത്താനുള്ള ഒരു അനുമതി അതാരാണ് കൊടുത്തത്? മുഖ്യമന്ത്രി VD സതീശന് ഈ കൈമാറ്റത്തെക്കുറിച്ച് എല്ലാം അറിയാമായിരുന്നു. മുഖ്യമന്ത്രി കേരളത്തെ ഒരു പോർട്ട് സിറ്റിയായി മാറ്റും എന്ന് വിജയിച്ചു വന്ന ഉടനെ തന്നെ പറഞ്ഞു. മാത്രമല്ല, ബഡ്ജറ്റിൽ അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങളുണ്ട്. ഈ അനുമതി നൽകേണ്ട എല്ലാ വകുപ്പുകളും മുഖ്യമന്ത്രിയുടെ കയ്യിലാണ്. തുറമുഖ വകുപ്പ്, നിയമവകുപ്പ്, മുഖ്യമന്ത്രി, ഇതെല്ലാം മുഖ്യമന്ത്രിയുടെ കയ്യിലാണ്. അതുകൊണ്ട് തന്നെ ഇത് അദാനിയും VD സതീശനും തമ്മിലുള്ള ഒത്തുകളിയാണ്. അദാനിയുടെ ഈ നീക്കങ്ങളെക്കുറിച്ച് VD സതീശന് നേരത്തെ അറിയാമായിരുന്നു എന്നൊക്കെയാണ് പ്രതിപക്ഷം ഉന്നയിച്ചു വരുന്ന ആരോപണങ്ങൾ. എന്നാൽ ആ ആരോപണങ്ങൾക്ക് ഇന്ന് മുഖ്യമന്ത്രി VD സതീശൻ തന്നെ മറുപടി പറഞ്ഞു. ആ മറുപടി പാർട്ടി പത്രമായ ദേശാഭിമാനിയിൽ വന്ന വാർത്ത ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരുന്നു. വിഴിഞ്ഞത്ത് വിദേശ നിക്ഷേപം വരും, 13,000 കോടി രൂപയുടെ വിദേശ നിക്ഷേപം വരും. ഓഹരി കച്ചവടത്തിന് വേഗത കൂടി, 49% ഓഹരികൾ MSC ഇൻ്റർനാഷണലിന് ഇതാ വിൽക്കാൻ പോകുന്നു. വിഴിഞ്ഞത്ത് ഇനി വികസനത്തിൻ്റെ ഉത്സവമായിരിക്കും. ഇതെല്ലാം പിണറായി വിജയൻ സർക്കാരിൻ്റെ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള വികസന നയത്തിൻ്റെ ഫലമാണ് എന്നൊക്കെയാണ് ഈ കഴിഞ്ഞ ജൂൺ 5-ാം തീയതി ദേശാഭിമാനി പ്രസിദ്ധീകരിച്ച വാർത്തയിലുള്ളത്. ഈ വാർത്ത ആയുധമാക്കിയാണ് ഇപ്പോൾ VD സതീശൻ തിരിച്ചടിച്ചിരിക്കുന്നത്. അതായത് MSC ഇൻ്റർനാഷണൽ എന്ന കപ്പൽ ഭീമൻ, ആ കപ്പൽ ഭീമൻ 13,000 കോടി രൂപ അത് കേരളത്തിൽ കൊണ്ടുവന്ന് നിക്ഷേപിക്കാനുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ആ തീരുമാനം എടുത്തത് ജൂൺ 29-നാണ്. അങ്ങനെ ഒരു തീരുമാനം ജൂൺ 29-ന് എടുക്കണമെങ്കിൽ ജൂൺ 28-ന് എല്ലാവരും കൂടിയാലോചിച്ചെടുത്ത തീരുമാനമല്ല. അതിനെക്കുറിച്ച് വിശദമായ പഠനം, അതിനെക്കുറിച്ച് വിഴിഞ്ഞം പോർട്ടിനെക്കുറിച്ചുള്ള പഠനം, കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹിക സമവാക്യങ്ങളെക്കുറിച്ചുള്ള പഠനം, ഇങ്ങനെയെല്ലാം അരിച്ചു പെറുക്കി പഠിച്ചതിന് ശേഷം മാത്രമേ 13,000 കോടി രൂപ MSC എന്നല്ല ഏത് കമ്പനിയായാലും ഇവിടെ കൊണ്ട് നിക്ഷേപിക്കൂ. 13,000 കോടി നിക്ഷേപിച്ചാൽ അവർക്കെന്ത് നേട്ടമാണുള്ളത്? ആ നേട്ടം എങ്ങനെ മുതലാക്കാൻ കഴിയും? എങ്ങനെയാണ് ഇവിടെ കച്ചവടം നടക്കാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ചെല്ലാം വ്യക്തമായ ധാരണ അദാനിക്കും MSC ഇൻ്റർനാഷണലിനുമൊക്കെ ഉണ്ടാകും. ആ ധാരണ 1-2 ദിവസം കൊണ്ട് ഉണ്ടാക്കുന്നതല്ല. കൃത്യമായ ചർച്ചകൾ, ഗവൺമെൻറ്റുമായിട്ടുള്ള ആശയവിനിമയം, ഇതെല്ലാം നടത്തിയതിന് ശേഷമായിരിക്കണം അത് നടന്നത്. മെയ് മാസത്തിൽ മാത്രം അധികാരത്തിൽ വന്ന VD സതീശൻ സർക്കാരിന് മാത്രമായിരിക്കില്ല ഈ ചർച്ചകൾ നടത്തിയിട്ടുണ്ടാവുക. നേരത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനുമായും ചർച്ചകൾ നടത്തിയിട്ടുണ്ടാകുമെന്ന് വ്യക്തമാണ്. കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കാൻ LDFന് എന്തും പറയാം. പക്ഷേ ജനങ്ങൾക്ക് ഒരു ലോജിക്കുണ്ട്, ജനങ്ങൾക്ക് ചിന്തിക്കാനുള്ള ശേഷിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ പഠനവും ആശയവിനിമയവുമെല്ലാം നേരത്തെ തന്നെ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് തന്നെ തുടങ്ങിയതാണ് എന്ന് വ്യക്തമാണ്. എന്നാൽ അങ്ങനെ ഒരു വ്യക്തത ഉണ്ടെന്നിരിക്കെ പോലും ജനങ്ങളെ ഇരുട്ടിലാക്കുന്ന തരത്തിൽ സർക്കാരിനെതിരെ പച്ചക്കള്ളങ്ങൾ നിരത്തി ആരോപണങ്ങൾ ഉയർത്തുകയാണ്. അതായത് VD സതീശനും അദാനിയുമായിട്ടുള്ള ഗൂഢാലോചനയുടെ ഭാഗമായി വിഴിഞ്ഞൻ തുറമുഖത്തിൻ്റെ 49% ഓഹരികൾ ഇതാ വിദേശ കമ്പനിക്ക് കൊണ്ടുപോയി വിൽക്കുന്നു. വിഴിഞ്ഞം ഇനി കുത്തകകളുടെ കയ്യിലായി മാറും. കേരളത്തിന് വിഴിഞ്ഞം നഷ്ടപ്പെടാൻ പോകുന്നു. ഇങ്ങനെയുള്ള വലിയ പ്രചരണങ്ങൾക്കാണ് LDF തുടക്കമിട്ടത്. എന്നാൽ ആ തുടക്കത്തിനൊക്കെ, അല്ലെങ്കിൽ ആ പ്രചരണങ്ങൾക്കൊക്കെ ഒറ്റ വാർത്ത കൊണ്ട് മറുപടി പറഞ്ഞിരിക്കുകയാണ് VD സതീശൻ. VD സതീശൻ നമുക്കറിയാം, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിന് ഇൻ്റലിജൻസ് വിവരങ്ങളുണ്ട്. അദ്ദേഹത്തിന് കൃത്യമായി എങ്ങനെ തിരിച്ചടിക്കണമെന്നുള്ളതിനെക്കുറിച്ചെല്ലാം വിശദീകരണവും ഉപദേശവും ഒക്കെ നൽകുന്നുണ്ടാകും. അങ്ങനെ ദേശാഭിമാനി വാർത്ത സംസ്ഥാന ഇൻ്റലിജൻസ് തന്നെ മുഖ്യമന്ത്രി VD സതീശനെ ഏൽപ്പിക്കുകയായിരുന്നു. ആ വാർത്തയിൽ, അതായത് ജൂൺ 5-ന് പ്രസിദ്ധീകരിച്ച UDF സർക്കാരിൻ്റെ MD വിഴിഞ്ഞത്ത് ചാർജ് എടുക്കുന്നത് ജൂൺ 11-നാണ്. ജൂൺ 5-ന് തന്നെ ദേശാഭിമാനിയിൽ പ്രസിദ്ധീകരിച്ച വാർത്ത എല്ലാം വളരെ വ്യക്തമാണ്. 49% ഓഹരി എന്നുവരെ വളരെ കൃത്യമായി പറയുന്നുണ്ട്.
ജൂൺ 29-നാണ് MSCയും അദാനിയും തമ്മിൽ കരാർ ഈ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലെത്തുന്നത്. അതിനും ദിവസങ്ങൾക്ക് മുമ്പ്, ആഴ്ചകൾക്ക് മുമ്പ് പാർട്ടി പത്രമായ ദേശാഭിമാനിയിൽ ഇങ്ങനെ ഒരു വാർത്ത വരണമെങ്കിൽ അതിൻ്റെ സോഴ്സ് എന്താണ് എന്നാണ് VD സതീശൻ ചോദിക്കുന്നത്. കൃത്യമായി അത് എങ്ങനെ ആ വാർത്ത വന്നു, ആ വാർത്തയുടെ ഉറവിടം എന്ത്, ആ വാർത്തകൾ ഫ്രെയിം ചെയ്തത് എങ്ങനെ എന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങൾ മുഖ്യമന്ത്രി VD സതീശൻ്റെ കയ്യിലുണ്ടാകണം. അങ്ങനെ ആ വിവരങ്ങൾ വെച്ചുകൊണ്ടാണ് ഇന്ന് LDFനെതിരെ അദ്ദേഹം ആഞ്ഞടിച്ചത് എന്ന കാര്യത്തിൽ തർക്കമില്ല. ദേശാഭിമാനി വാർത്ത തന്നെ മുഖ്യമന്ത്രിയുടെ കയ്യിലെ ഏറ്റവും വലിയ ആയുധമായി മാറുകയാണ്. ആ ആയുധത്തിൽ നിന്നും അതിമാരകമായ മുറിവ് ഇന്ന് പിണറായി വിജയന് ഏറ്റിരിക്കുകയാണ്, LDFനും CPMനും ഏറ്റിരിക്കുകയാണ്. അതായത് തങ്ങൾ ഭരിക്കുമ്പോഴാണ് ഈ 13,000 കോടിയുടെ വിദേശ നിക്ഷേപം വരുന്നതെങ്കിൽ അത് സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും വലിയ വിജയമായി കൊട്ടിഘോഷിച്ചേനെ CPMും LDFും. അതിൻ്റെ ഒന്നാന്തരം തെളിവാണ് ഈ ദേശാഭിമാനി പത്രത്തിലെ വാർത്ത. എന്തിനേറെ പറയുന്നു, പിണറായി വിജയൻ നിയമസഭയിൽ UDF സർക്കാരിനെതിരെ, VD സതീശനെതിരെ ഈ ഓഹരി കച്ചവടവുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ദേശാഭിമാനി അപ്പുറത്ത് ഈ ഒരു ഓഹരി കച്ചവടത്തെ മഹത്വവൽക്കരിച്ചുകൊണ്ട് അത് LDF സർക്കാരിൻ്റെ നേട്ടമാണ് എന്ന് കാണിച്ചുകൊണ്ട് യഥാർത്ഥ വസ്തുതകൾ നിരത്തിക്കൊണ്ടൊരു ലേഖനം പ്രസിദ്ധീകരിച്ചിരുന്നു. ദേശാഭിമാനിയിൽ വന്ന ലേഖനം പോലും വായിക്കാതെയാണ് പിണറായി വിജയൻ നിയമസഭയിൽ വന്ന് ഈ ഓഹരി കൈമാറ്റത്തെ എതിർത്തത് എന്നോർക്കണം. അത്രമാത്രം പ്രതിപക്ഷവും അതുപോലെ തന്നെ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളും എങ്ങനെയാണ് വികസന വിരോധികളായി മാറുന്നത് എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമായി മാറിയിരിക്കുകയാണ്. വിഴിഞ്ഞം തുറമുഖത്തെക്കുറിച്ച് കേരളത്തിൻ്റെ രാഷ്ട്രീയ നേതൃത്വത്തിന് അധികമൊന്നും അറിയില്ല എന്ന് വേണം കരുതാൻ. കാരണം വിഴിഞ്ഞം തുറമുഖം ഇന്ത്യയിലെ ഏക മദർ പോർട്ടാണ്. അതുമാത്രമല്ല, ലോകത്തിലെ തന്നെ 5 തുറമുഖങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിലൊന്നിൽ വിഴിഞ്ഞത്തിൻ്റെ പേരുണ്ടാവുമെന്നത് തീർച്ചയാണ്. അത്രമാത്രം വളരെ പ്രധാനപ്പെട്ട തുറമുഖമാണ് വിഴിഞ്ഞം. ഇന്ന് ലോകത്തിൽ മനുഷ്യവാസമുള്ള എല്ലാ ഭൂഖണ്ഡങ്ങളുമായും വിഴിഞ്ഞത്തിന് ബന്ധിപ്പിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഒരു ആഗോള ഷിപ്പിംഗ് കമ്പനി വിഴിഞ്ഞം തുറമുഖവുമായി കരാറിലേർപ്പെടുന്നത് കൊണ്ട് യാതൊരു അപാകതയുമില്ല. കാരണം ഇത്ര വലിയ ആഗോള ഹബ്ബായി മാറിയ, അതായത് ഇപ്പോൾ ദുബായ് പോർട്ടും മറ്റുമൊക്കെ അലങ്കരിക്കുന്ന ഒരു സ്ഥാനമുണ്ടല്ലോ, രാജകീയമായ സ്ഥാനം ലോക മാരിടൈം ഭൂപടത്തിൽ, ഒരുപക്ഷെ അതിനേക്കാൾ 10 മടങ്ങ് വലിയ സ്ഥാനം സമീപഭാവിയിൽ വിഴിഞ്ഞത്തിന് വരും. ഇന്നത്തെ ദുബായ് ആയിരിക്കും നാളത്തെ തിരുവനന്തപുരം എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. വേണ്ട വിധം ഇത് കൈകാര്യം ചെയ്താൽ ദുബായ് എന്ന പോർട്ട് സിറ്റി എങ്ങനെ വളർന്നു എന്ന് നമുക്കറിയാം. ദുബായ് എന്ന തുറമുഖം ലോക മാരിടൈം ഭൂപടത്തിൽ അതിൻ്റെ സ്ഥാനമെന്ത് എന്ന് നമുക്കറിയാം. അതിനേക്കാളുമൊക്കെ വളരാൻ ശേഷിയുള്ള ഒരു അടിസ്ഥാന സൗകര്യമാണ് വിഴിഞ്ഞത്തുള്ളത്. അതേ വിഴിഞ്ഞം തുറമുഖത്ത് ലോകോത്തരമായ അടിസ്ഥാന സൗകര്യങ്ങൾ അണിനിരത്തേണ്ടത് അത് വിദേശ നിക്ഷേപമായാലും അത് സ്വദേശ നിക്ഷേപമായാലും എങ്ങനെയായാലും കിട്ടാവുന്നത്ര പണം സമാഹരിച്ചുകൊണ്ട് അവിടെ ലോകോത്തരമായ അടിസ്ഥാന സൗകര്യങ്ങളും ടെർമിനലുകളും ഉണ്ടാക്കുക എന്നുള്ളത് നമ്മുടെ ആവശ്യമാണ്, കേരളത്തിൻ്റെ ആവശ്യമാണ്. അതാണ് അദാനി പോർട്സ് അവിടെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. അദാനിക്ക് എങ്ങനെയാണ് തുറമുഖം വികസിപ്പിക്കേണ്ടതെന്ന് കൃത്യമായി അറിയാം. എങ്ങനെയാണ് ആ തുറമുഖത്തിലേക്ക് കച്ചവടം കൊണ്ടുവരേണ്ടതെന്ന് കൃത്യമായി അറിയാം. അത് ആണ് ഇപ്പോൾ വേണ്ടത്. അതാണ് സംസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യവും. പക്ഷേ അത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ 4 കാശ് ഇവിടെ മുടക്കാൻ വരുന്ന വിദേശ ഇൻവെസ്റ്റർമാരെ ഭയപ്പെടുത്തി ഓടിക്കുന്നത് ശരിയല്ല. അത് ഭരണപക്ഷമായാലും പ്രതിപക്ഷമായാലും. ഇനിയും ഇത് തുടർന്നാൽ കേരളത്തിലെ യുവജനത പിണറായി വിജയനെ പോലെയുള്ളവരെയും പിണറായി വിജയൻ്റെ പാർട്ടിയായ CPIMനെ പോലെയുള്ള പാർട്ടിയെയും ചൂലെടുത്ത് ഓടിക്കുമെന്ന് ഉറപ്പാണ്. അതായത് ഇന്നിപ്പോൾ 3ാം പിണറായി വിജയൻ സർക്കാരാണ് കേരളത്തിലുള്ളതെങ്കിൽ ഇവിടെ വലിയ ആഘോഷം നടന്നേനെ. 13,000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇതാ ഞങ്ങൾ സംസ്ഥാനത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നേ എന്നൊരു വലിയ ആഘോഷം നടന്നേനെ. പക്ഷേ ദൗർഭാഗ്യവശാൽ UDF ക്യാമ്പിന് ഇതുവരെയും എന്താണ് എന്ന് മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു. ഇപ്പോൾ വിഴിഞ്ഞത്തിൻ്റെ ഈ ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട അഴിമതി സർക്കാരിൻ്റെ കയ്യിലാണ്. ചീഫ് സെക്രട്ടറി അധ്യക്ഷനായിട്ടുള്ള ഒരു സമിതിയാണ് അത് പരിശോധിക്കുക എന്ന് പറഞ്ഞാൽ തീർച്ചയായും മതിയായ കാരണങ്ങളില്ലാതെ ഈ ഓഹരി കൈമാറ്റത്തെ എതിർക്കാൻ കഴിയില്ല. 2027 വരെ വിഴിഞ്ഞം തുറമുഖത്തിലേക്ക് കച്ചവടം കൊണ്ടുവരാൻ, പണം എത്തിക്കാൻ, എന്ത് കളിയും കളിക്കാനുള്ള സ്വാതന്ത്ര്യം കരാർ നമ്മുടെ അദാനിക്ക് കൊടുത്തിട്ടുണ്ട് എന്ന് തന്നെ പറയണം. അങ്ങനെയുള്ള ഒരു കരാർ ഉണ്ടാക്കി വെച്ചതിന് ശേഷം വിദേശ നിക്ഷേപം ഉണ്ടാകാൻ പാടില്ല, അതിന് സർക്കാർ അനുമതിക്ക് മുമ്പ് ഇങ്ങനെയൊന്നും ആലോചിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് ശുദ്ധ മണ്ടത്തരമാണ്. സത്യത്തിൽ കാര്യമറിയാതെയുള്ള ചർച്ചകളാണ്. ഒരു
പ്രയോജനവുമില്ലാത്ത ചർച്ചകളാണ് വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടക്കുന്നത് എന്ന് വ്യക്തമാണ്. എന്തായാലും വി.ഡി. സതീശനുമായി അദാനിക്ക് ഈ പോർട്ടുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ 13,000 കോടി രൂപയുടെ വിദേശ നിക്ഷേപവുമായി ബന്ധപ്പെട്ട് നേരത്തെ ആശയവിനിമയം നടന്നിരുന്നു എന്നാണല്ലോ LDF ആരോപിക്കുന്നത്. അങ്ങനെ ഒരു ആശയവിനിമയം നടന്നാൽ അതിലെന്താണ് തെറ്റ്? വരാൻ പോകുന്ന മുഖ്യമന്ത്രിക്ക് അല്ലെങ്കിൽ ചാർജ് എടുക്കാൻ പോകുന്ന ഒരു മുഖ്യമന്ത്രി കേരളത്തിൻ്റെ വികസനത്തിന് ആവശ്യമായ ചർച്ചകൾ അത് ഏത് രീതിയിൽ ആരുമായി നടത്തിയാലും അതിലെന്താണ് തെറ്റുള്ളത്? കേരളത്തിലെ വിഴിഞ്ഞം എന്ന തുറമുഖത്തിൽ വിദേശ നിക്ഷേപം കൊണ്ടുവന്ന് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കുക എന്നതാണ് അദാനിയുടെ ലക്ഷ്യമെങ്കിൽ അതുമായി കൈകോർക്കുന്നതിൽ സർക്കാരിന് എന്ത് ആലോചിക്കാനുള്ളത്? അതുമായി കൈകോർക്കാൻ സർക്കാരിന് എന്താലോചിക്കാനാണുള്ളത്? സുരക്ഷാപരമായ പ്രശ്നങ്ങളുണ്ട്. ഈ ഫയൽ തീർച്ചയായും സംസ്ഥാന സർക്കാർ നോക്കി വേണ്ടത്ര അനുമതി നൽകിയതിനു ശേഷം കേന്ദ്ര സർക്കാരിന് അയക്കണം. കേന്ദ്ര സർക്കാർ ഇക്കാര്യങ്ങളൊക്കെ പരിശോധിച്ച് അനുമതി നൽകുകയും ചെയ്യും. രാജ്യത്ത് ഇതേ മാതൃകയിൽ MSC ഗ്രൂപ്പുമായി ധാരണാപത്രം ഒപ്പുവെച്ച് ഓഹരി കൈമാറി വളരെ വിജയകരമായി 2 തുറമുഖങ്ങൾ പ്രവർത്തിക്കുന്നു എന്ന് കേരള സർക്കാർ ഓർക്കേണ്ടതുണ്ട്. എന്തായാലും അനാവശ്യമായ വിവാദങ്ങളാണ് കേരളത്തിൽ ഉണ്ടാകുന്നത്. 13,000 കോടി കൊണ്ട് കേരളത്തിൻ്റെ മുഖച്ഛായ മാറ്റും എന്ന് ആർക്കും അഭിപ്രായമില്ല. പക്ഷേ ഈ 13,000 കോടി മുഖച്ഛായ മാറ്റാനുള്ള ആദ്യ ചുവടായി മാറാനുള്ള എല്ലാ സാഹചര്യങ്ങളുമുണ്ട്. ഇത് മുടക്കിയാൽ കേരളം വീണ്ടും കമ്പ്യൂട്ടറിനെതിരെ സമരം ചെയ്ത യുഗത്തിലേക്ക് പോകുമെന്ന കാര്യത്തിലും തർക്കമൊന്നുമില്ല.